രാവിലെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി മുറ്റത്തൊക്കെ ഒന്ന് ഉലാത്തിട്ടോ. 7 മണിയായിട്ടും മഞ്ഞങ്ങ് ശരിക്ക് പൊഴിഞ്ഞു കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. നല്ല വൈബാ, നല്ല ക്ലൈമറ്റാണ്. എൻ്റെ ദോശക്കല്ലിനൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു തന്നൊരു മാർഗ്ഗമാണ് ഈ വാഴത്തണ്ട് കൊണ്ട് എണ്ണ തേച്ച് കൊടുത്താൽ ശരിയാവുമെന്ന്. സംഭവം കൊള്ളാം കേട്ടോ, എനിക്കിപ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ തണുപ്പായതുകൊണ്ടും തന്നെ വെളിച്ചെണ്ണയും നെയ്യും ഒക്കെ നല്ല കട്ട പിടിച്ചിരിക്കും. അതുരുക്കാൻ വേണ്ടിയാണ് ഈ ദോശക്കല്ലിലേക്ക് തന്നെ കയറ്റി വയ്ക്കുന്നത്. അതും നല്ലൊരു മാർഗ്ഗമാണ്, പെട്ടെന്ന് ഉരുകി കിട്ടും. പണ്ട് അമ്മ വാഴത്തണ്ട് കൊണ്ട് എണ്ണ തൂവുമ്പോൾ കളിയാക്കിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ 6-6:30 തന്നെ തൊടിക്ക് ഇറങ്ങി വാഴ തപ്പി നടക്കുമായിരുന്നു. പിന്നെ എൻ്റെ ആദ്യക്കുട്ടിക്ക് ലഞ്ചിന് വേണ്ടതൊക്കെ റെഡിയായി കേട്ടോ. ഇന്ന് ഉരുളൻകിഴങ്ങ് കൊണ്ട് ഒരു മെഴുക്കുവരട്ടിയും പിന്നെ അതാ നമ്മുടെ കേർഡ് റൈസാണേ. ഇത്തവണ കേർഡ് റൈസ് ഉണ്ടാക്കിയത് നമ്മുടെ മട്ട അരിയുടെ മുറുക്കരി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കേർഡ് റൈസിന് ഇങ്ങനൊരു കളറാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഞാൻ വ്യത്യസ്തമായിട്ട് കുറച്ച് ഇഞ്ചിയൊക്കെ ആഡ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദിക്ക് ഇഷ്ടമാണ്. അങ്ങനെ മോള് കുറേ നാളായി പറയണു അവൾക്ക് സ്നാക്സ് ഒന്നും വെച്ച് കൊടുക്കാറില്ല എന്ന്. ശരിയാണ്, വെച്ച് കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് ഈ ഫ്രൈസ് കുറച്ചൊന്ന് പാക്ക് ചെയ്ത് കൂടെ അതും വെച്ചു. എനിവേ ബൈ.